രണ്ട് നഗരങ്ങളിലായി 2 ബലാത്സംഗങ്ങളും ഒരു കൊലപാതകവും. 23കാരനായ പ്രതി. ഇരകളിൽ എല്ലാം തന്നെ അറിയുന്നവരാണ്. ഒരാൾ IRS ഉദ്യോഗസ്ഥന്റെ മകൾ. വളരെ സുരക്ഷാ സംവിധാനങ്ങളുള്ള ഒരു IRS ഉദ്യോഗസ്ഥന്റെ വീട്ടിൽ കയറിച്ചെന്ന് എങ്ങനെയാണ് ഇയാൾ ഈ കൊലപാതകം നടത്തിയതെന്ന് ഇപ്പോഴും ഡൽഹി പോലീസിന് മനസ്സിലായിട്ടില്ല. രാഹുൽ മീണ എന്ന് പറയുന്ന 23 വയസ്സുകാരൻ IRS ഉദ്യോഗസ്ഥന്റെ മുൻ സഹായിയാണ്. എന്നാൽ ഇയാളുടെ കയ്യിലിരിപ്പത്ര ശരിയല്ലാത്തതുകൊണ്ട് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇയാളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്നു. ഓൺലൈൻ ഗെയിമിങ്ങും വാതുവയ്പും ഒക്കെ ആയിട്ട് വളരെ സാമ്പത്തികമായിട്ട് ആവശ്യങ്ങൾ ഉന്നയിച്ചിരുന്ന അടുത്തുള്ളവരോടെല്ലാം സഹായം ചോദിച്ചിരുന്ന, പണമായി സഹായം ചോദിച്ചിരുന്ന രാഹുൽ മീണ മറ്റൊരു ഉദ്യോഗസ്ഥന്റെ ശുപാർശയിലാണ് ഇയാളെ ഈ IRS ഉദ്യോഗസ്ഥനെ അവിടെ ജോലിക്കെടുക്കുന്നത്. എന്നാൽ കുറച്ചു കാലം കഴിയുമ്പോൾ തന്നെ മനസ്സിലാകുകയാണ്, 1 വർഷത്തോളമേ അയാൾ അവിടെ ജോലി ചെയ്തിരുന്നുള്ളൂ. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഇയാളുടെ ഏതാണ്ട് സ്വഭാവമൊക്കെ മനസ്സിലായി. ഇയാൾ അവിടെ നിർത്തിയാൽ പന്തികേടല്ല, അതുകൊണ്ട് അയാളെ പറഞ്ഞു വിടുന്നു. ഇതിൻ്റെ വൈരാഗ്യമാണോ ഈ കൊലപാതകത്തിൽ കലാശിച്ചത് എന്നുള്ള സംശയങ്ങളും അവിടെ നിൽക്കുന്നുണ്ട്. എന്തായാലും 15 ടീമുകളായി തിരിഞ്ഞുകൊണ്ട് നടത്തിയ അന്വേഷണത്തിലാണ് ഇയാളെ കണ്ടെത്തുന്നത്. ഇയാൾ IRS ഉദ്യോഗസ്ഥന്റെ ഡൽഹിയിലെ വസതിയിലേക്ക് എത്തുന്നതിന് മുമ്പ് നടത്തിയതും മനുഷ്യന്റെ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന മറ്റൊരു ക്രൂരകൃത്യം ചെയ്തുകൊണ്ടാണ്. ഒന്ന് ഓർക്കണം, അപ്പോഴും 23 വയസ്സുകാരനാണ്. ഈ 23 വയസ്സുകാരൻ രാജസ്ഥാനിലെ ആൽവാറിൽ മറ്റൊരു ക്രൂരകൃത്യം ചെയ്തു. ബലാത്സംഗം ചെയ്ത ആ സ്ത്രീയെ ഭീഷണിപ്പെടുത്തി. ഈ വിവരം നിന്റെ ഭർത്താവിനോടോ മറ്റുള്ളവരോടോ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭർത്താവിനെയും കുട്ടിയെയും കൂടി ഞാൻ ഇല്ലാതെയാക്കും, നിന്നെ കൂടെ ചേർത്ത് 3 പേരെയും ഞങ്ങൾ ഇല്ലാതെയാക്കും ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തിയതിനു ശേഷമാണ് രാജസ്ഥാനിൽ നിന്ന് ഇയാൾ ഡൽഹിയിലേക്ക് തിരിക്കുന്നത്. ഡൽഹിയിലെത്തിയ ഇയാളുടെ എല്ലാ പദ്ധതികളും പ്രീ പ്ലാൻഡ് ആയിരുന്നു എന്നുള്ളത് വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം ഈ വീട്ടിൽ ഡൽഹിയിലെ കൈലാഷ് ഹിൽസിലെ അപ്പാർട്ട്മെന്റിലാണ് ഈ IRS ഉദ്യോഗസ്ഥൻ താമസിക്കുന്നത്. ഈ IRS ഉദ്യോഗസ്ഥന്റെ വീട്ടിലെ മുൻ ജോലിക്കാരനാണ് പ്രതിയായിട്ടുള്ള രാഹുൽ മീണ. അപ്പോൾ ഇയാൾക്ക് ആ വീട്ടിലെ ഓരോ മുക്കും മൂലയും ഒക്കെ അറിയാം. അയാൾക്ക് പരിചിതമല്ലാത്ത ഒരു കാര്യവും അവിടെയില്ല. അവിടെയുള്ള ദിനചര്യകൾ എന്താണ് എന്നൊക്കെ അറിയാം. അങ്ങനെ വീട് കൊള്ളയടിക്കാനുള്ള ശ്രമം നടത്തുകയാണ്. ഇതിനിടയിലാണ് ഇയാൾ വരുന്നത്. പാൻസും ഷൂസും ഒക്കെ ധരിച്ചുകൊണ്ടാണ്. 4 ലെയർ സെക്യൂരിറ്റി സംവിധാനമുള്ള ഈ വീട്ടിലെ നമ്മൾ മുൻപേ പറഞ്ഞതുപോലെ ഓരോ കാര്യങ്ങളും ഓരോ മുക്കുമൂലയും ഇയാൾക്കറിയാം. അതായത് വീടിന്റെ ബ്ലൂ പ്രിന്റ് ഇയാളുടെ കയ്യിലുണ്ട്, ഈ പ്രതിയുടെ കയ്യിലുണ്ട്. മാതാപിതാക്കൾ, ഈ യുവതിയുടെ മാതാപിതാക്കൾ, അതായത് IRS ഉദ്യോഗസ്ഥനും ഭാര്യയും ഭർത്താവും ഒക്കെ ജിമ്മിന് പോകുന്ന സമയം, തിരിച്ചെത്തുന്ന സമയം, ഈ പെൺകുട്ടി അവിടെ എന്ത് ചെയ്യുകയായിരിക്കും, ഏതൊക്കെ സമയത്ത് അവിടെ ആരൊക്കെ ഉണ്ടാകും എന്നുള്ളതെല്ലാം വളരെ കൃത്യമായിട്ട് അറിയാവുന്ന ഇയാൾ അവിടേക്ക് കയറുകയാണ്. രാവിലെ 6:28 IRS ഉദ്യോഗസ്ഥന്റെ വീട്ടിലേക്ക് രാഹുൽ മീണ കയറുന്നു. തുടർന്ന് നടന്നതാണ് നമ്മളെ നടുക്കുന്ന, ഡൽഹിയെ ഇന്നലെ ഞെട്ടിച്ച സംഭവങ്ങൾ. 6:28 വീടിനുള്ളിൽ കടന്നു കയറിയ പ്രതി ഏറ്റവും മുകളിൽ റൂഫ് ടോപ്പിൽ പഠനം നടത്തുകയായിരുന്ന ഈ യുവതിയെ ആക്രമിക്കുന്നു. തലയ്ക്കൊക്കെ ഭാരമുള്ള വസ്തുക്കൾ കൊണ്ട് അടിച്ച് പരിക്കേൽപ്പിക്കുന്നു, മൃതപ്രായയാക്കുകയാണ്. തുടർന്ന് ബലാത്സംഗം ചെയ്യുന്നു. അതിനുശേഷം സ്റ്റെപ്പിലൂടെ ഈ പെൺകുട്ടിയെ വലിച്ചിഴച്ചുകൊണ്ട് വീടിന്റെ ഹോം ലോക്കറിനടുത്തേക്ക് വരികയാണ്. ഇയാൾക്ക് കൃത്യമായിട്ട് അപ്പോൾ അറിയാം ഹോം ലോക്കർ എവിടെയാണ് ഇരിക്കുന്നത്, കാരണം ഇയാൾ മുൻ ജീവനക്കാരനാണ്. അപ്പോൾ ഹോം ലോക്കറിന് എത്തിയ ഈ പ്രതി പെൺകുട്ടിയുടെ വിരൽ ഉപയോഗിച്ചുകൊണ്ട് ഹോം ലോക്കർ തുറക്കാനുള്ള നടപടി തുടങ്ങുകയാണ്. അതായത് ആ ശ്രമം നടത്തുകയാണ്. ആ ശ്രമം നടത്തുന്നത് പരാജയപ്പെട്ടതോടുകൂടി പ്രതി വയലന്റ് ആവുകയാണ്. പിന്നീട് ആ പെൺകുട്ടിയെ ക്രൂരമായി കൊലപ്പെടുത്തുകയാണ്. പിന്നീട് ഫ്ലാറ്റിന്റെ മുകളിലെ റൂഫ് ടോപ്പിൽ പഠിക്കുകയായിരുന്ന പെൺകുട്ടി, അവിടെ അയാൾ കടന്നു കയറുന്നു. തുടർന്ന് ആ പെൺകുട്ടിയെ വളരെ ബലമുള്ള വസ്തുക്കൾ കൊണ്ട് തലക്കെല്ലാം അടിച്ച് മൃതപ്രായയാക്കുന്നു, ബലാത്സംഗം ചെയ്യുന്നു. തുടർന്ന് ഇയാൾ ഹോം ലോക്കറിനടുത്ത് കൊണ്ടുവരുന്നു. ഈ ശ്രമം പാളുന്നു. ഹോം ലോക്കറിൽ ഈ പെൺകുട്ടിയുടെ തമ്പ് ഇംപ്രഷൻ വെച്ചുകൊണ്ട് ഇത് തുറക്കാനുള്ള ബയോമെട്രിക് സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് തുറക്കാനുള്ള ശ്രമം പാളുന്നു. എങ്ങനെയാണ് പാളുന്നത്? ഈ പെൺകുട്ടിയുടെ കൈവിരലിൽ രക്തക്കറയുണ്ടായിരുന്നു.
രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന പെൺകുട്ടിയെയാണ് ഇയാൾ സ്റ്റെപ്പിലൂടെ വലിച്ചിഴച്ച് താഴേക്ക് കൊണ്ടുവരുന്നത്. എന്നിട്ടാണ് ഈ തമ്പ് ഇംപ്രഷൻ വെക്കാൻ നോക്കുന്നത്. രക്തക്കറ അതിന് സമ്മതിക്കുന്നില്ല. ആ സമ്മതിക്കാതിരുന്നതോടു കൂടിയാണ് ഈ ശ്രമം പാളുന്നത്. തുടർന്ന് ഇയാൾ ഈ പെൺകുട്ടിയെ പൂർണ്ണമായി കൊലപ്പെടുത്തുകയാണ്. അതിനുശേഷം ഏതാണ്ട് 7:22 കൂടി തിരിച്ചു പോരുകയാണ്. തിരിച്ചു പോരുന്നത് എങ്ങനെയാണ്? അവിടെ ഇയാളുടെ വസ്ത്രത്തിൽ കയറിയിട്ടുണ്ടായിരുന്ന സമയത്ത് ഉടുത്തിരുന്ന വസ്ത്രത്തിലെല്ലാം രക്തക്കറ പുരണ്ടിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ നിന്ന് തന്നെ വസ്ത്രം മാറ്റി തുടർന്ന് പുറത്തേക്ക് വരുന്നത് മഞ്ഞ ബനിയനും പാൻസും ധരിച്ചുകൊണ്ടാണ്. ഇതെല്ലാം CCTV ഫുട്ടേജിൽ കൃത്യമായി കിട്ടിയിട്ടുണ്ട്. ഇതുപയോഗിച്ചുകൊണ്ടാണ് പോലീസ് അന്വേഷണം നടത്തുന്നത്. അപ്പോൾ രാജസ്ഥാനിൽ ബലാത്സംഗം ചെയ്ത ഇര പരാതി കൊടുത്തിരുന്നു ഇതിനകം. ഈ പരാതി നിലനിൽക്കുന്നു. ഈ പ്രതിയെ കണ്ടെത്താനുള്ള അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്കാണ് രാത്രിക്ക് രാത്രി ഇയാൾ ഡൽഹിയിലേക്ക് എത്തുന്നത്. IRS ഉദ്യോഗസ്ഥന്റെ വീട്ടിൽ കടന്നു കയറുന്നത്, ഈ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തുക കൂടി ചെയ്യുന്നത്. ഇയാൾ ഉദ്ദേശിച്ച പണിയൊന്നും നടന്നില്ല. ഇയാൾ ഉദ്ദേശിച്ച പ്രകാരം അവിടെ നിന്ന് മോഷണം നടന്നിരുന്നില്ല. ഭീഷണിപ്പെടുത്തി, ഈ പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തി ഇത് തുറക്കാനും പണം അടിച്ചു മാറ്റാനുമുള്ള ശ്രമമായിരുന്നു എന്നും പറയപ്പെടുന്നു. അതിന് പെൺകുട്ടി സമ്മതിക്കാതിരുന്നതോടുകൂടിയാണ് ഈ 22 വയസ്സുള്ള പെൺകുട്ടിയെ 23 വയസ്സുകാരനായ പ്രതി ഉപദ്രവിച്ച് കൊലപ്പെടുത്തുന്നത്. തുടർന്ന് ഇയാൾ രക്ഷപ്പെടുകയാണ്. രക്ഷപ്പെടാനായിട്ട് രാജസ്ഥാനിൽ നിന്ന് വന്നത് ആംബുലൻസിലാണെന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. തുടർന്ന് ഇവിടെ നിന്ന് IRS ഉദ്യോഗസ്ഥന്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത്, രക്ഷപ്പെടുന്നത് 5000 മുതൽ 6000 രൂപ വരെ ടാക്സി ഡ്രൈവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് എന്നും ഉള്ള റിപ്പോർട്ടുകളാണ്. എന്നാൽ ഈ ടാക്സി ഡ്രൈവർക്ക് കൊടുക്കേണ്ടിയിരുന്ന പണം കൊടുക്കാതെ ഇയാൾ മുങ്ങിക്കളയുകയാണ് ചെയ്തത്. എന്തായാലും രക്ഷപ്പെട്ടിട്ടുള്ള ഈ പ്രതിയെ കണ്ടെത്താനായിട്ട് രാജസ്ഥാനും ഡൽഹി പോലീസും ഇപ്പോൾ സംയുക്തമായിട്ടുള്ള അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പറഞ്ഞതുപോലെ 5000 മുതൽ 6000 വരെ പണം കൊടുക്കാമെന്നാണ് പറഞ്ഞത്. ബാതുവയ്പ് ഗെയിമുകൾ കളിക്കുന്ന ഒരു മുൻ ജീവനക്കാരായിരുന്ന IRS ഉദ്യോഗസ്ഥന്റെ മുൻ ജീവനക്കാരായിരുന്ന പണി നഷ്ടപ്പെട്ടിട്ടുള്ള ഇയാൾക്ക് എവിടെ നിന്ന് ഈ പണം കിട്ടി എന്നുള്ളത് കൂടി അന്വേഷണ വിധേയമാക്കണം. കാരണം ഇയാൾക്ക് ഇത്രമേൽ പണത്തിന് ആവശ്യം വരുന്നുണ്ട്. ഇയാൾ അതിനുവേണ്ടി മറ്റെന്തെങ്കിലും ക്രൈം ചെയ്തിട്ടുണ്ടോ എന്നുള്ള അന്വേഷണം കൂടി വരേണ്ടതാണ്. ഈ ആംബുലൻസ് ഡ്രൈവർ കൊണ്ടുപോകാമെന്ന് പറയുന്നത് 5000 മുതൽ 6000 രൂപ വരെ കൊടുക്കാമെന്ന് പറഞ്ഞത് കൊണ്ടാണ്. തുടർന്ന് ആംബുലൻസ് ദേശീയപാതയിൽ നിർത്തിച്ച് ഇയാൾ രക്ഷപ്പെടുകയായിരുന്നു എന്നാണ് പറയുന്നത്. അതിനുശേഷം ഇയാൾ ഓടിപ്പോയി എന്ന് ആംബുലൻസ് ഡ്രൈവറും പറയുന്നുണ്ട്, സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇയാളുടെ സ്വഭാവ ദൂഷ്യം കാരണം ഇയാളെ ആ ഉദ്യോഗസ്ഥൻ പുറത്താക്കുന്നു. അതിന്റെ വൈരാഗ്യമുണ്ട്. കൂടാതെ ഈ വീട്ടിലെ പണവും സ്വർണവും എല്ലാം എവിടെയാണ് ഇരിക്കുന്നതെന്ന് കൃത്യമായിട്ടുള്ള ധാരണയുണ്ട്. ഇതിനെല്ലാം ശേഷം കൃത്യമായും കണക്കുകൂട്ടലുകളോട് കൂടിയാണ് ഈ പ്രതി രാഹുൽ മീണ എന്ന് പറയുന്ന പ്രതി അവിടെ എത്തുന്നത്. ഇതിനു മുമ്പ് ഇയാൾ ഉപദ്രവിച്ച യുവതി എന്ന് പറയുന്നതും ഇയാൾക്ക് പരിചയമുണ്ടായിരുന്ന ഒരു ആളുടെ കൂട്ടുകാരന്റെ ഭാര്യയാണ് എന്നും പറയപ്പെടുന്നുണ്ട്. അത്തരത്തിലുള്ള റിപ്പോർട്ടുകളുമൊക്കെ വരുന്നുണ്ട്. എന്തു തന്നെയായാലും അന്വേഷണം പുരോഗമിക്കുകയാണ്. ഡൽഹി പോലീസ് 15 ടീമുകളായി തിരിഞ്ഞുകൊണ്ടാണ് ഈ അന്വേഷണം നടത്തുന്നത്. വളരെ ക്രൂരമായിട്ടുള്ള കൊലപാതകമാണ് നടന്നിട്ടുള്ളത്. എന്തായാലും ഇതിന്റെ വരും വിവരങ്ങൾ എന്താണ് എന്നുള്ളത് നമ്മൾ പ്രേക്ഷകരോട് അറിയിക്കുന്നതായിരിക്കും. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ത്യ ലൈവിന്റെ മറ്റൊരു ചാനലാണ് C4N. C4Nൽ നമ്മൾ ഇത്തരത്തിലുള്ള വാർത്തകൾ കൂടുതലായിട്ട് നിങ്ങളോട് അറിയിക്കുന്നതായിരിക്കും. നിങ്ങളുടെ സഹകരണം ഞങ്ങൾക്ക് ആവശ്യമാണ്. ഇന്ത്യ ലൈവിനൊപ്പം തന്നെ C4N കൂടി സബ്സ്ക്രൈബ് ചെയ്യുക.